യൂട്യൂബിന് വിട. സൂര്യയിലെ എല്ലാ പരമ്പരകളും സംരക്ഷണത്തിന് ശേഷം തികച്ചും സൗജന്യമായി സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. കണ്ടാസ്വദിക്കാം നിങ്ങളുടെ പ്രിയ പരമ്പരകൾ. അനുക്കുട്ടി ആന്റിയോട് സത്യം പറഞ്ഞു. അങ്ങനെ ആണെങ്കിൽ തന്നെ അതിന് പിന്നിലൊരു കാരണം ഉണ്ടാവുമല്ലോ. അത് ഒറ്റയ്ക്ക് നടത്തിയെടുക്കാൻ പാടായിരിക്കും. അതുകൊണ്ട് നമുക്കത് ഒന്നിച്ച് സാധിച്ചെടുക്കാം. അയ്യടാ, അപ്പൊ അതാണ് മനസ്സിലിരിപ്പ്. എന്റെ കള്ളത്തരം എന്നെ കൊണ്ട് തന്നെ പുറത്തറിയിക്കാനുള്ള സൈക്കോളജിക്കൽ മൂവ്. നടന്നത് തന്നെ. മോളുടെ മനസ്സ് സംസാരിക്കുന്നത് എനിക്ക് കേൾക്കാം. ഇനി അഥവാ അങ്ങനെയാണെങ്കിലും അതെന്നോട് പറയാൻ സൗകര്യപ്പെടില്ല എന്നല്ലേ? ഈ തള്ളക്ക് എന്നെ കുറിച്ച് എന്തോ സംശയം ഉണ്ടെന്ന് തോന്നുന്നു. ഇനി ഒളിഞ്ഞു നിന്നെങ്ങാനും എന്നെ നോക്കുന്നുണ്ടോ എന്തോ. ആ മതിയോ? തിന്നാനും ഉറങ്ങാനും ഒക്കെ സമയാസമയത്ത് പറ്റും. മിണ്ടാനും അനങ്ങാനും വയ്യ. ഇങ്ങനെയുണ്ടൊരു അസുഖം. എത്ര നാളും കൂടെ ഇങ്ങനെ പോകുന്നു കാണാം. ഹലോ. ഹലോ, ഞാനാ. മനസ്സിലായി, പറഞ്ഞോ. അനു ഇല്ലേ അവിടെ? അതെന്ത് ചോദ്യാ? അനങ്ങാൻ വയ്യാത്ത അനുക്കുട്ടി വേറെ എവിടെ പോവാനാ? ഞാൻ അവൾക്ക് ഭക്ഷണം കൊടുത്തതേ ഉള്ളൂ. അവക്ക് മാറ്റമൊന്നും ഇല്ലല്ലോ അല്ലേ? ഒരു മാറ്റവും ഇല്ല. ഇടയ്ക്ക് വന്ന് ആ പൂജ തല്ലിയും ചവിട്ടിയും പോവും. അതവിടെ ഇരുന്ന് ഇവള് മുഴുവൻ കൊള്ളും, അത്ര തന്നെ. എന്നാലും ജീവൻ അപകടമൊന്നും ഇല്ലല്ലോ, അത് തന്നെ ഭാഗ്യം. ഇക്കണക്കിന് പോയാ ജീവൻ അപകടത്തിലാവും, അതുറപ്പാ. അതിനുള്ള ധൈര്യമൊന്നും അവർക്കുണ്ടാവില്ല. കോടതിയിൽ അപേക്ഷ കൊടുത്ത് കൂട്ടിക്കൊണ്ടുപോയതല്ലേ. എന്നാലും ഇവൾ അനുഭവിക്കുന്ന കാണുമ്പോ സങ്കടം തോന്നും. നന്ദേട്ടൻ കൊണ്ടുപോകാൻ നോക്കിയിട്ട് പോലും അർജുൻ സമ്മതിച്ചില്ല. ഞാൻ അത് പറയാൻ കൂടിയാ വിളിച്ചത്. ഇപ്പോഴത്തെ അവസ്ഥയില് അവളെ എങ്ങോട്ടെങ്കിലും പറഞ്ഞു വിടുന്നത് ആപത്താ. അവിടെയുള്ളപ്പം അനുവിന്റെ ജീവന് കോടതിയുടെ സുരക്ഷയുണ്ട്. പുറത്തുപോയാൽ അതുണ്ടായെന്ന് വരില്ല. നന്ദേട്ടൻ ചിലപ്പോ കോടതി മുഖേന അവളെ കൊണ്ടുപോകാൻ ശ്രമം നടത്തിയേക്കും. പക്ഷെ ഇവിടുത്തെ കാര്യം അറിയാമല്ലോ. അവിടെ നിങ്ങളെ ശ്രദ്ധിക്കുന്ന പോലെ ഇവിടെ അവളെ നോക്കാൻ ആരുമില്ല. അതുകൊണ്ട് പരമാവധി വിടാതിരിക്കാൻ ശ്രമിക്കണം. അത്ര ആയുസ് നീട്ടി കിട്ടുമല്ലോ. ഓ, അങ്ങനെയാണോ? ആ ശരി, ഞാൻ അമ്മയോട് പറയാം. അതെ, അവളുടെ ചെവിയിലൊന്ന് ഫോൺ വെച്ചു കൊടുക്കൂ. എന്തിനാ? അല്ല, വെറുതെ നമ്മളൊക്കെ പറയുന്ന അവർക്കൊന്നും കേൾക്കാമല്ലോ. ഒരു മെന്റൽ സപ്പോർട്ടിന് ഇടയ്ക്കിടയ്ക്ക് നമ്മളിങ്ങനെ സംസാരിക്കുന്നത് നല്ലതല്ലേ? അതെ അതെ, ഞാൻ ഇതുവരെയും അവളോട് സംസാരിച്ചോണ്ടിരിക്കുകയായിരുന്നു. ഫോണിൽ നിന്റെ അങ്കിളാ. ഞാനേ നിന്റെ ആന്റിയുടെ കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒരു കാരണവശാലും ആരൊക്കെ വന്ന് കൊണ്ടുപോകാൻ ശ്രമിച്ചാലും നീ ആ വീട്ടിൽ നിന്ന് പോകരുത്. പുറത്ത് സേനാപതി നിന്നെ തീർക്കാനുള്ള പദ്ധതികൾ ആസൂത്രണം ചെയ്യുന്നുണ്ട്. അവരുടെ കയ്യിൽ പെടാതിരിക്കാൻ നല്ലത് ആ വീട്ടിൽ തന്നെ തങ്ങുന്നതാ. അവിടെ വന്ന് ആക്രമിക്കാൻ സേനാപതി ശ്രമിക്കില്ല. അപ്പൊ ശരി, ഞാൻ പിന്നെ വിളിക്കാം. നീ ഇനി ആ വീട്ടിൽ നിന്ന് ഒരിക്കലും പുറത്തു വരാത്ത രീതിയിൽ ഞാൻ കാര്യങ്ങൾ ഓപ്പറേറ്റ് ചെയ്തോളാം. അല്ല, ഇതൊക്കെ ശങ്കരേട്ടൻ നിന്നോട് പറയുന്നത് എന്തിനാ? ഈ അവസ്ഥയിൽ ആര് വിചാരിച്ചാലും നിന്നെ ഇവിടുന്ന് കൊണ്ടുപോകാൻ കഴിയില്ല. പിന്നെന്തിനാ? ചിലപ്പോ എല്ലാ കാര്യങ്ങളും നിന്നെ അറിയിക്കണമെന്ന് കരുതിയായിരിക്കും.
ഇത്ര പൊട്ടനാണ്. ഇവിടെ എങ്ങനെയെങ്കിലും മനുഷ്യനൊന്ന് പിടിച്ചു നിൽക്കാൻ നോക്കുമ്പോ ശോ, ഇയാളായിട്ടെല്ലാം പൊളിച്ചെടുക്കൂ. എന്തായാലും ഇവിടെ പിടിച്ചു നിന്നേ പറ്റൂ. ഇവിടെ ആരും എന്റെ ജീവൻ എടുക്കില്ല. സേനാപതി എന്ത് ചെയ്യാനാ? അയാൾ അകത്ത് പോകുന്നത് വരെ എനിക്കിവിടെ പിടിച്ചു നിന്നേ പറ്റൂ. അർജുൻ, നിങ്ങൾ പറയുന്നത് പോലെ പ്രിയ കാണിക്കുന്നതൊക്കെ അഭിനയമാണെങ്കിലേ അവളുടെ വാ തുറപ്പിക്കണമെന്ന് തന്നെയാ എന്റെ അഭിപ്രായം. ഇത്രയൊക്കെ തല്ലിയിട്ടും ഒരക്ഷരം മിണ്ടാത്തവളല്ലേ, ഇനി എന്ത് ചെയ്യണമെന്ന് അമ്മ പറയുന്നത്? എല്ലാവരുടെയും മുമ്പ് വെച്ച് എന്തായാലും അവള് വാ തുറക്കത്തില്ല. ചട്ടുകം പഴിപ്പിച്ചു വെച്ചാലോ? ബെസ്റ്റ്. എന്നിട്ട് വേണം കൊല്ലാൻ ശ്രമിച്ചു എന്ന പേരിൽ നന്ദനങ്ങൾ കോടതിയിൽ പരാതി കൊടുക്കാൻ. അവളെ ഇവിടുന്ന് മാറ്റുക മാത്രമല്ല കോടതി ചെയ്യുക, നമുക്കെതിരെ കേസ് കൊടുക്കും. എന്ത് ചെയ്താലും അവളുടെ ശരീരത്തിൽ അതിന്റെ അടയാളം കാണരുത്. കഴിഞ്ഞ തവണ പൂജ ചെയ്തു തന്നെ ഇതിന് കൂടുതലായിരുന്നു. നന്ദനങ്ങളുടെ കോടതിയിൽ പോയി കഴിഞ്ഞാൽ ഞാൻ ഇത്തിരി കഷ്ടപ്പെടുമെന്നുള്ള കാര്യം ഉറപ്പാ. പക്ഷേ അതിനു മുമ്പ് അവളുടെ കള്ളത്തരം പൊളിക്കാൻ കഴിയണം. അജുവേട്ടൻ പേടിക്കണ്ട, അവൾ ഈ നടന്നൊന്നും നന്ദനച്ചനോട് പറയില്ല. പഠിച്ച കള്ളിയല്ലേ. അവള് സ്വാഭാവികമായിട്ട് എഴുന്നേറ്റ് നടക്കുന്ന ഒന്നായിരിക്കണം നമ്മുടെ അടുത്ത ഓപ്പറേഷൻ. ഉറക്കം നടിക്കുന്നവരെ നമുക്ക് ഉണർത്താൻ പറ്റില്ല എന്ന് പറയുന്നത് പോലെ ഒരുമാതിരി മുറകളൊന്നും അവളുടെ അടുത്ത് നടപ്പിലാവില്ല എന്നുള്ളത് ഉറപ്പാ. ഞാനൊരു കാര്യം പറയട്ടെ, അക്യൂപഞ്ചർ. അക്യൂപഞ്ചറോ? ആ, ചെറിയ സൂചി കൊണ്ട് ദേഹത്ത് കുത്തുന്ന ഏർപ്പാടില്ലേ, അത് ശരീരം മുഴുവൻ ചെന്നാ അവളല്ല അവളുടെ അമ്മുമ്മ വരെ എഴുന്നേറ്റോടും. വെറുതെ ഓരോന്ന് പറഞ്ഞ് പൂജയെ പ്രലോഭിപ്പിക്കില്ലേ. പ്രിയോടുള്ള ദേഷ്യത്തിന് ഇയാള് ചിലപ്പോ അതും ചെയ്തു കളയും. അവസാനം ഞാൻ കോടതിയിൽ സമാനം പറയേണ്ടി വരും. അജുവേട്ടൻ പറഞ്ഞത് ശരിയാ, എനിക്ക് അവളോട് തീരാത്ത പകയാ. എന്റെ മുഖത്ത് നോക്കി കണ്ണടയ്ക്കുന്നത് ഞാൻ കണ്ടതാന്നേ. അന്ന് അയ്യോ നിലവിളിച്ചത് ഞാനും കേട്ടതല്ലേ. ഇതെല്ലാം ആ സാക്ഷിയുടെ കൊലപാതക കേസിൽ നിന്ന് രക്ഷപ്പെടാനുള്ള അവളുടെ അടവാ മോളെ. കൊലപാതകം നടന്ന ആ സമയത്ത് ബോധത്തോടെ ഇതെല്ലാം കണ്ടു നിന്നത് അവളാ. സത്യം അവൾക്കറിയാം. അതാരും ചോദിക്കാതിരിക്കാനും കേസിൽ നിന്ന് രക്ഷപ്പെടാനും വേണ്ടി അവള് നമ്മളെ എല്ലാരെയും പറ്റിക്കുക. അതിന് അച്ഛമ്മയും കരുവാക്കുക. നിങ്ങളൊക്കെ എന്ത് കണ്ടു കേട്ടു എന്ന് പറഞ്ഞാലും അച്ഛമ്മയുടെ മുമ്പിൽ വെച്ച് അവളെ നടത്തുകയും സംസാരിപ്പിക്കുകയും ചെയ്യാതെ അച്ഛമ്മ വിശ്വസിക്കാൻ പോകുന്നില്ല. നിങ്ങൾ എന്തു പറഞ്ഞാലും ശരി, ഈ വീടിനെ അങ്ങനെ പരിഹസിച്ച് ചിരിച്ചിട്ടേ അവൾ അങ്ങനെ എല്ലാരും പറ്റിച്ചു കഴിയാൻ പാടില്ല. നമുക്കിപ്പൊ തന്നെ അവളെ ഒന്ന് കണ്ടിട്ട് വരാം. അമ്മ എന്ത് ചെയ്യാനാ പരിപാടി? ഇന്ന് അവളെ കൊണ്ട് ഞാൻ സത്യം പറയിക്കും. നീ നോക്കിയോ. വാ മോളെ. അമ്മേ, നമ്മൾ ചെന്നിട്ട് കനകേച്ചി പറഞ്ഞതുപോലെ ഒരു അക്യൂപഞ്ചർ. അമ്മേ, വെറുതെ കളി കാര്യാക്കല്ലേ. ഇല്ലടാ, ഇത് മുറിവ് ഉണ്ടാക്കാത്ത ഒന്നാ. ഇത്തിരി പാടേ ഉണ്ടാവൂ. അത് കലാമിൻ ദോഷം പുരട്ടിയ അങ്ങ് പൊക്കോളും. ഇനി അഥവാ അണപ്പല്ല ഇളകിപ്പോയാ അത് ഈ ചികിത്സ കൊണ്ടല്ലെന്ന് നമുക്ക് പറയാം. ഇനി അവളെ അങ്ങനെ ജയിക്കാൻ വിട്ടൂടടാ. മോള് വന്നേ, വാ. അതെ, മാതിരിക്കുട്ടി ഉഷാറാകാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി കാര്യങ്ങൾ കലക്കും. ഈശ്വര, എപ്പോഴാ കേറി വരുന്നതെന്ന് പറയാൻ പറ്റില്ല. എന്തായാലും 2 ഗുളിക എക്സ്ട്രാ കഴിച്ചേക്കാം. അടി ഉറപ്പാ.